ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ചേട്ടായിക്ക് പണിയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന പാടത്ത് ഞാൻ അടുപ്പത്ത് കാപ്പി വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കടയിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് പരിപാടികളൊക്കെ വേഗം തീർത്തിട്ട് കടയിലും പോകണം. അപ്പോൾ കടും കാപ്പി ഇട്ട് ചേട്ടായിക്കും കൊടുത്തിട്ട് അടുപ്പത്ത് പഴം പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പം മിക്കവാറും ദിവസം ചേട്ടായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുപോകും. അപ്പോൾ പുട്ടുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ പഴവും പുഴുങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ചോറും കറിയും പപ്പായും ചേച്ചിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഉള്ള പഴം പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്കും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും ആകും. അപ്പോൾ അവർക്കുള്ളത് പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ പോയിട്ട് കാപ്പി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാപ്പി പിടിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് പുറത്തൂടെയൊക്കെ നടക്കായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വഴുതനയിൽ ഒരു കായ ഉണ്ടായി നിൽക്കുന്നത്. ഇത് നമ്മുടെ പഴയ വാടക വീട്ടിലുണ്ടായിരുന്നു അതേ വഴുതന കേട്ടോ. അതിനെ ഞങ്ങൾ മണ്ണിൽ നിന്ന് ചോടോടെ പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ നട്ട് വെച്ചതാണ്. പക്ഷേ ഇവിടെ കുറേ നാളെടുത്തത് പിടിക്കാനായിട്ട്. പിടിച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാട്ടോ അതിനകത്ത് കായ ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ മത്തനിലൊക്കെ ഇതേ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ കുറച്ച് പയറിൻ്റെ വിത്തൊക്കെ പപ്പ പാകിയിട്ടുണ്ട്. അപ്പോൾ ഇനി സമയം കിട്ടുന്ന പോലെ കുറച്ചുകൂടെ പച്ചക്കറികളൊക്കെ നട്ട് വെക്കണം. അപ്പോൾ കാപ്പി പിടിച്ചിട്ട് പിന്നെ ഞാൻ പോയിട്ട് ചേട്ടായിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പാത്രത്തിൽ കേട്ടോ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നത്. ഇതാകുമ്പോൾ മറ്റേ ചൂടാറാപ്പെട്ടി പോലെ അകത്ത് സ്റ്റീലാണ്. കുറച്ചധികം നേരം അതിനകത്ത് ചൂട് പോകാൻ നിൽക്കും. ഒരുപാട് നേരം നിൽക്കത്തൊന്നുമില്ല, എന്നാലും ഒരു പരിധി വരെ കുറച്ച് നേരം ആ ഒരു ചൂട് ഉണ്ടാവും കേട്ടോ. ഒരുപാട് ഡ്രൈ ആവാതിരുന്നോളൂ. അങ്ങനെ പുട്ടും പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചോറും കറിയും എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടായി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാട്ടോ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഏറെക്കുറെ കുക്കിങ്ങും പരിപാടിയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയും. പിന്നെയുള്ള ബാക്കി പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശ്രീകുണ്ണും സിദ്ധുവിനും മാളൂനും കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടായിക്ക് വേണ്ടി പഴം പുഴുങ്ങിയത് കണ്ടപ്പോൾ മുതൽ അവൻ ചോദിക്കുന്നതാണ്. അപ്പോൾ പിന്നെ 3 പേരോട്ടോ കഴിച്ചോളാൻ പറഞ്ഞ് അവർക്കും എടുത്തു കൊടുത്തു. അപ്പോൾ മാളൂന് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ സ്കൂളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അതുകൊണ്ടാണ് കളർ ഡ്രസ്സ് ഇട്ട് പോകുന്നത്. അപ്പോൾ അവൾ ഫ്രണ്ടിലും മുടി ഇതേപോലെ അമ്മയും മോളും കൂടെ കട്ട് ചെയ്തിട്ട് ആട്ടോ. കണ്ടപ്പോൾ കുറേ കളിയാക്കിയെങ്കിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കുറച്ച് ഇറക്കി കട്ട് ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവളെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആ പിള്ളേർ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ പയറും ഉണ്ടായിരുന്നു, പിന്നെ പഴം മുഴുകിയതും കൂടെ കഴിച്ചു. പിന്നെ ഞാൻ പെരക്കാകൊക്കെ ഒന്ന് തൂത്തിരുന്നുണ്ട് കേട്ടോ. കുറച്ച് പണികൾ തീർത്ത് വെച്ചിട്ട് കടയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അടിച്ച് വാരി തുടയ്ക്കാനുണ്ടായിരുന്നു. ശ്രീകുണ്ട് ആ സമയപ്പത്തിന് ഉറങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ആ ഗ്യാപ്പിൽ തന്നെ വേഗം തുടച്ചിടാമെന്ന് വിചാരിച്ചു. ആശാൻ രാവിലെ എഴുന്നേക്കും, എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കും. അംഗൻവാടി പോയി തുടങ്ങി കേട്ടോ. 1-2 ദിവസം പോയി. പിന്നത്തേക്ക് ആൾക്ക് പനി ആയതുകൊണ്ട് പിന്നെ പോയില്ല. ഇനിയിപ്പോൾ പനിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വേണം തിരിച്ച് വീണ്ടും അംഗൻവാടിയിലേക്ക് വിടാൻ. അപ്പോൾ അവിടെ ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ട് പിന്നെ ഞാൻ മുറ്റം അടിച്ചിരുന്നു കേട്ടോ. നമ്മൾ പുല്ല് കരിയാനുള്ള മരുന്ന് അടിച്ചിട്ടേക്കുവാണ്. അതുകൊണ്ട് ഒരുപാട് അങ്ങനെ ചപ്പൊന്നും ഇല്ലെങ്കിലും ആ കരിഞ്ഞിടത്തിലുള്ള കുറച്ച് ആ ഒരു വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അടിച്ച് കളയുന്നുണ്ട്. അപ്പോൾ പണിയെല്ലാം തീർന്ന പാട് ഞാൻ കുളിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. നാളെ നമുക്കൊരു ക്രിസ്മസ് ഷൂട്ട് ഉണ്ട്. ഞാനും മാളുകുട്ടിയും കൂടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാമിയും മോളുടെയും ഒരു കിടിലം കോമ്പോയിലൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് സീരീസ് ഇടുമോ എന്നുള്ളത്. അപ്പോൾ ഈ കൊല്ലവും നമ്മൾ പറ്റുന്ന പോലെ തന്നെ ക്രിസ്മസ് സീരീസ് എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നപാട് എൻ്റെ മുടി ഒന്ന് ഹെയർ ഡ്രയർ വെച്ചിട്ട് ഡ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് അഗാരോടെ HD 1120 2000 വാട്ടിൻ്റെ AC പ്രൊഫഷണൽ ഹെയർ ഡ്രയർ ആണ്. അപ്പോൾ ഒത്തിരി പേര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെയർ ഡ്രയറിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരെണ്ണം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് 3 നോസിൽസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാക്ക് സൈഡ് നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ക്ലീനൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 3 ഹീറ്റ് സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് വേണമെന്നുണ്ടെങ്കിൽ 3ാമത്തതിൽ ഇട്ടാൽ മതി. അതുപോലെ 2 സ്പീഡും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹോട്ടും കൂളും എങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ടെമ്പറേച്ചറും സ്പീഡും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് കുത്താനുള്ള ഈ ഒരു വയർ 2.5 മീറ്റർ ലോങ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ദൂരത്തിൽ തന്നെ നമുക്ക് കുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് നോർമലി ഒന്ന് മുടി ഉണക്കിയെടുത്താൽ മതിയെങ്കിൽ നോസിലൊന്നും യൂസ് ചെയ്യാണ്ട് ജസ്റ്റ് ഇതേപോലെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ 3 അറ്റാച്ച്മെൻറ്റ്സ് ആണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് വൺ ഈ ഒരു നോസിലാണ്. അപ്പോൾ ഈ ഒരു കോൺസെൻട്രേറ്റർ നോസിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഉണക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു പാഡിൽ കോമ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ബ്ലോ ഡ്രൈ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഫ്രണ്ടിലുള്ളില്ലാത്ത മുടിയുള്ളവർക്ക് ഇതേപോലെ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ബാക്കിലേക്ക് ഇടുവാണെങ്കിൽ അത്യാവശ്യം തിക്കായിട്ടുള്ള പോലെ മുടി തോന്നിക്കും കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു കോംബ് അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ചെറിയ വേവി ഹെയർ ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സെമി സ്ട്രെയിറ്റ് ചെയ്ത പോലെയൊക്കെ തോന്നിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഒരു
വേവി പ്ലസ് കേളിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് ചീവി കൊടുത്തപ്പോഴത്തേക്കും അത് അത്യാവശ്യം സ്ട്രെയിറ്റ് ആയതുപോലെ ഉണ്ടായിരുന്നു. ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റ്നർ ചെയ്യുന്ന പോലെയല്ല, പക്ഷേ എങ്കിൽ പോലും നമ്മുടെ മുടി ഒന്ന് അടങ്ങി ഒതുങ്ങി കിടക്കുന്ന പോലെ ആവും. അതുപോലെ തന്നെ ഡീടാങ്കിൾ ചെയ്യാനും ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇങ്ങനെ ചീവി നമുക്ക് താഴോട്ട് ആ ഒരു ചെറിയൊരു ഹീറ്റും കൂടെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ തേർഡ് വൺ ഈ ഒരു ഡിഫ്യൂസർ അറ്റാച്ച്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അറിയാം കേളി ഹെയർ ഒക്കെ ഉള്ളവർക്ക് ഇതേപോലെ ചീവി കൊടുക്കാനും അങ്ങനെ ട്രൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വശത്ത് ഞാൻ ഈ ഒരു കേളി ഡിഫ്യൂസർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കേൾ ഹെയർ മെത്തേഡൊക്കെ ചെയ്ത് കഴിയുമ്പം ഈ ഒരു രീതിയിൽ നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിലും ചുരുണ്ട മുടിയുള്ളവർ കുളിച്ച് കഴിയുമ്പം ഇങ്ങനെ ഉണക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു ഹെയർ ഡ്രയർ വാങ്ങുമ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ ഒരു നോസിൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ ഈ ഒരു 3 നോസിലും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡുള്ള ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് ഏത് ഹെയർ ടൈപ്പ് ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിന് 2 years വാറണ്ടി ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ ഒരുവിധം ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കടയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. ചിലപ്പോഴൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും സമയം പോയതുകൊണ്ട് പിന്നെ ഞാൻ ഓട്ടോ വിളിച്ചു. അങ്ങനെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പുല്ല് കരിയാൻ വേണ്ടി മരുന്നൊക്കെ അടിച്ചെങ്കിലും മഴ പെയ്ത കാരണം മൊത്തത്തിൽ പണി പാളിയതുപോലെയാണ്. കുറച്ചൊക്കെ ഉണങ്ങി വന്നു, പക്ഷേ എങ്കിലും ഇങ്ങനെ കുറച്ചിങ്ങനെ പോകാതെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി സമയമുള്ളപ്പോൾ മെഷീൻ എടുത്ത് അടിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും മെഷീൻ എടുത്ത് അടിക്കാതിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും മെഷീൻ അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ പിന്നെ മരുന്നടിച്ചത്. അപ്പോൾ മെഷീൻ ഇനി റെൻറ്റിന് കിട്ടുമ്പോൾ വേണം എടുത്തിട്ട് അവിടെ ഫുള്ള് തെളിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഓട്ടോ വിളിച്ച് കടയിലെത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഫുള്ള് ടച്ചിൻ്റെ പണി കാരണം കറണ്ട് ഇല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് കറണ്ട് വന്നത്. അപ്പോൾ കറണ്ട് വന്നതിന് ശേഷം കേട്ടോ ഞാൻ കടയിൽ വന്നത്. ഉച്ചയൊക്കെ ആകാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ചേച്ചി തലേദിവസം തന്നെ പറഞ്ഞതുകൊണ്ട് പിന്നെ അത് കണക്ക് കൂട്ടി ഞാൻ ആ ഒരു സമയത്താണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. അപ്പോൾ പുറകിലിരിക്കുന്നത് എൻ്റെ ഡമ്മി ആട്ടോ. ഞാൻ ഹെയർ പ്രാക്ടീസ് ചെയ്യുന്ന ഡമ്മിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ ഇരുന്നപ്പോൾ പ്രാക്ടീസ് ചെയ്ത ഹെയർ സ്റ്റൈൽ ആട്ടോ. പിന്നെ ചേച്ചിക്ക് ഒരു ഹെയർ കട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഹെയർ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ കടയിൽ വരാറില്ല കേട്ടോ. തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രമാണ് വരുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ നല്ല തിരക്കാകുമ്പം ചേച്ചിക്ക് ഒറ്റയ്ക്ക് പാടായതുകൊണ്ട് ആ ഒരു ദിവസങ്ങളിൽ മാത്രം വന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബാക്കി ദിവസങ്ങളിൽ എനിക്ക് വേറെയും കുറേ പരിപാടികളുണ്ടാവും. പിന്നെ അല്ലാതെ നമ്മുടെ വർക്കും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബും ഇവിടുത്തെ ജോലിയും ബാക്കി വർക്കുകളും ഒക്കെ അങ്ങനെ ഏറെക്കുറെ ഒരു ബാലൻസിലാണ് കൊണ്ടുവന്നത്. ഇടയ്ക്കൊരു മടുപ്പൊക്കെ തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ആകാറുണ്ട്. ഇടയ്ക്ക് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ വീണ്ടും പഴയ പോലെ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ സ്ഥിരം വ്ളോഗും കാര്യങ്ങളും എല്ലാം വീണ്ടും ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടാവും. കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നത് കൂടുതലും വ്ളോഗാണ് കേട്ടോ. യൂട്യൂബ് അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ ക്രിയേറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് പുതിയ ഓഡിയൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ ഞാനിങ്ങനെ ഷോർട്സ് ഇടുന്നതിലും എനിക്ക് ഈ ഒരു വ്ളോഗ് ഇടുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷെ നമുക്ക് കൂടുതൽ റീച്ചും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കയറുന്നത് ഷോർട്സ് ഇടുമ്പോഴായിരിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കൂടുതലും ഷോർട്സ് തന്നെ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഒരുപാട് റിക്വസ്റ്റുകൾ എപ്പോഴും വരുന്നത് നമ്മുടെ വ്ളോഗിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്ഥിരം നമ്മുടെ വീഡിയോസ് കാണുന്നവരാട്ടോ. അപ്പോൾ പിന്നെ അവർ വ്ളോഗ് ഇടാൻ പറഞ്ഞാൽ നമുക്ക് ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ്. അതുകൊണ്ട് നല്ല അടിപൊളി വ്ളോഗുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ആയി കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടാളിരുന്ന് കാപ്പി പിടിക്കുന്നുണ്ട്. ചേട്ടനപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പഴംപൊരി വാങ്ങിച്ചു തന്നു. അപ്പോൾ അതും കഴിച്ചു. അങ്ങനെ ഞങ്ങളൊരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഷോപ്പ് പോയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ടൊരു മരച്ചുവട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എന്നും വൈകിട്ട് അവിടെ പോയിട്ടാണ് വണ്ടി നോക്കി നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ചേട്ടാ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നു. അപ്പോൾ ചേട്ടായി വരാൻ വേണ്ടിയിട്ട് നോക്കി നിന്ന് ചേച്ചി ഓട്ടോ വിളിക്കാൻ മറന്നുപോയി. പിന്നെ ചേച്ചി ഓട്ടോ വിളിച്ചു. അപ്പോൾ അതുവരെ ഞങ്ങൾ ചേച്ചിക്ക് കൂട്ടുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഓട്ടോ വന്നു. അങ്ങനെ അവർ പോയി, അവരുടെ പുറകെ ഞങ്ങളും പോയി. അപ്പോൾ ഏറെക്കുറെ ഒരു 6-6:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി മിക്കവാറും ഈ ഒരു സമയത്താണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനും ഷോപ്പിൽ നിന്ന് പോകാറുള്ളത്. അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല രസമായിരുന്നു കേട്ടോ ആകാശം കാണാൻ. ഒരു എന്താ പറയുക, നമ്മൾ സില്ലൗട്ട് പെയിൻറ്റിങ് ഒക്കെ കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കുഞ്ഞമ്പിളിമാവനും ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്ന പാടെ ഞാമിന് ദേഹമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരം എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടാനുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ പാടെ പിന്നെ അടുക്കള കയറിയിട്ടോ. അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ എടുത്തൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം അടുപ്പിച്ച് വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ
കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് വർഷമായിട്ട് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നടന്നു പോകും കേട്ടോ. പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഞാനും എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഒത്തിരി പേര് ഒരുമിച്ച് താമസിക്കുമ്പം അത്യാവശ്യം മെയിൻ്റനൻസ് ആവശ്യമാണ്, പ്രത്യേകിച്ച് പിള്ളേരും കൂടി ഉള്ളപ്പോൾ. അതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. കുറച്ച് ദിവസം വർക്കിൻ്റെ പുറകെ ആയതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു മടുപ്പൊക്കെ തോന്നും കേട്ടോ. എങ്കിലും എനിക്കിങ്ങനെ പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ പ്രൊഡക്റ്റീവാണെന്നുള്ളൊരു ഫീൽ വരും കേട്ടോ. മടി പിടിച്ച് ഞാൻ ചിലപ്പോൾ ഇരിക്കാറുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും എപ്പോഴും എങ്ങനെയാണ് പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്നത്. പക്ഷേ ചില സമയത്തേക്ക് എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കും. ബ്രേക്ക് എടുത്ത് ഞാനൊന്ന് മെൻ്റലി ഓക്കെ ആയതിനു ശേഷം പിന്നെ എല്ലാ കാര്യങ്ങളും ഇതേപോലെ ചെയ്യും. അപ്പം നമുക്ക് പിന്നെയും ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ ചേട്ടാ എപ്പോഴും എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂടാറുണ്ട് കേട്ടോ. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നാലും ആൾക്ക് സമയം കിട്ടണ പോലെ എൻ്റെ കൂടെ എല്ലാത്തിനും കൂടും. ഞങ്ങൾ രണ്ടാളെ ഏറ്റവും കൂടുതലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണ പോലെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അടുക്കളയിൽ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ആട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചും കളിച്ചും ചിരിച്ചൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ആ സമയത്തായിരിക്കും ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ അടിയൊക്കെ നടക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് വലിയ വലിയ ചർച്ചകളിലേക്ക് പോയി അടിയാവും. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറുണ്ടാനായിട്ട് മുട്ട പൊരിച്ചു കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ടീച്ചറെ വിളിച്ചത്. അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചി പുറത്തായിരുന്നു. അതിനിപ്പോൾ ചേച്ചി ഇങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കോമഡി പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി ഞാനും കൂടെ ചേട്ടനെ ട്രോളാനായിട്ട് ചേട്ടനെ വിളിച്ചു വരുത്തിയെങ്കിലും ഞങ്ങളുടെ ട്രോളിലൊന്നും ചേട്ടൻ വീഴില്ല. ചേട്ടൻ എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ദേ ചേട്ടാ പോയിട്ട് മുട്ട പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 1.5 മണിക്കൂർ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു കേട്ടോ. കുറേ ദിവസം കൂടി സംസാരിക്കുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ ടോപ്പിക്സും മേക്കപ്പിനെ കുറിച്ചും സാരി ഡ്രൈപ്പിങ്ങിനെ കുറിച്ചും അങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ ചർച്ച ചെയ്ത് വേറെ കാര്യങ്ങളിലേക്ക് പോയി. ഫുഡ് കഴിച്ച് തീർത്തിട്ടും ഞാൻ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞിട്ടാട്ടോ ഫോൺ വെച്ചത്. കുറേ സമയം വർത്താനം പറയായിരുന്നു. ഞങ്ങൾ വല്ലപ്പോഴും വിളിക്കാറില്ല കേട്ടോ. എപ്പോഴും രണ്ടാൾക്കും വിളിക്കാൻ സമയം കിട്ടത്തില്ല. പക്ഷെ വിളിക്കുന്ന സമയം ഇതുപോലെ ആയിരിക്കും. കുറേ സമയം വർത്താനം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഫോൺ വെക്കുക. ചിലപ്പം ഓഡിയോ കോളൊക്കെ ആണെങ്കിൽ ഞാൻ അതും വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യും. പക്ഷേ വീഡിയോ കോൾ ആയതുകൊണ്ട് പിന്നെ അങ്ങ് ഇരുന്ന് സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞ പാടെ ഞാൻ പിന്നെ പോയിട്ട് പാത്രം കഴുകി വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അടുക്കളയിൽ കുറേ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് അതിനൊന്നുള്ള സമയമൊന്നും കിട്ടിയില്ല. പാത്രം കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നാണ് സമയം കിട്ടിയത്. കുറച്ച് ടയേർഡായിരുന്നെങ്കിലും അതും കൂടെ ചെയ്ത് വെച്ചിട്ട് അങ്ങ് പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഷൂട്ടുള്ള ദിവസമാണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ഷൂട്ടിങ്ങിന് പോകണം. അപ്പം ഒന്നിനും സമയം കിട്ടില്ല. തലേ ദിവസം അങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പരിപാടി അങ്ങ് തീർന്നു കിട്ടും. അപ്പോൾ പിറ്റേ ദിവസം കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി. അങ്ങനെ ആ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ കൂടുതലും പാത്രം കഴുകുന്ന സമയത്ത് തന്നെ ഈ ഒരു സിങ്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കുമായിരുന്നു. ഇപ്പം അധികം പാത്രം കഴുകാനുള്ള അങ്ങനെ സമയം കിട്ടാറില്ല. രാവിലെ പോണതിന് മുമ്പ് ബാക്കി ആ ഒരു ഹാളൊക്കെ വൃത്തിയാക്കിയിടും. അതുപോലെ തന്നെ ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഓരോ ദിവസം കുറച്ച് ക്ലീനിങ് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫുൾ അടുപ്പിച്ച് വർക്കായിരുന്നുകൊണ്ട് സമയം കിട്ടിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ സിങ്കിൻ്റെ ഭാഗം ക്ലീൻ ആക്കുക എന്നുള്ളത്. പാത്രം കഴിക്കുന്നതിനേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ മാക്സിമം സമയം കിട്ടുമ്പം ഇങ്ങനത്തെ ക്ലീനിങ്ങും പരിപാടികളും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല. ആഴ്ചയിൽ ഇതുപോലെ 1-2 ദിവസം എനിക്കിങ്ങനെ ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ ഇഷ്ടമാണ്. ശരിക്കും അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. കുറേ ക്ലീനിങ്ങും പരിപാടി ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് ഫുള്ള് വൃത്തിയാക്കി കഴിയുമ്പം നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. അത് ഭയങ്കര രസമായിട്ടും. നേരത്തെ എനിക്ക് ഫുൾ ടൈം അതായിരുന്നു പരിപാടി. അന്ന് പിന്നെ വേറെ പരിപാടികളൊന്നും വലിയ കാര്യമായിട്ടില്ലാതിരുന്നത് കൊണ്ട് അതൊക്കെ ചെയ്യാനും നല്ലതായിട്ട് എൻജോയ് ചെയ്യാനും പറ്റുമായിരുന്നു. ഇപ്പം പിന്നെ വർക്കും കാര്യങ്ങളുമായിട്ട് തിരക്കായി, അതുപോലെ ഉത്തരവാദിത്തങ്ങളും കൂടി. അതുകൊണ്ട് നേരത്തെ ചെയ്തതുപോലെ ഒരു റുട്ടീനായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോഴും സമയം ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. എങ്കിലും ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് നാൾ ഈ ഒരു യൂട്യൂബിന് മാറി നിന്നപ്പോൾ ശരിക്കും യൂട്യൂബിനെ മിസ് ചെയ്ത് കുറച്ച് ഗ്യാപ്പ് എടുത്തപ്പോഴാണ് എനിക്ക് വീണ്ടും പഴയ പോലെ ആക്റ്റീവ് ആവണമെന്ന് തോന്നിയത്. അങ്ങനെ 1/4 മണിക്കൂർ എടുത്താൽ അവിടെ ഫുള്ള് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ പരിപാടി ഉണ്ട്, ജനലൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ അതിനിപ്പോൾ അടുത്ത ദിവസം സമയം കിട്ടുമ്പോൾ ചേട്ടാ ഞാൻ ഒരുമിച്ച് വീട്ടിലുള്ളപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടാളും കൂടി ഉള്ളപ്പോഴേ എനിക്ക് പണിയെടുക്കാൻ രസമുള്ളൂ. ചേട്ടാ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ, പാത്രം കഴുകി തരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പാവം പണിക്ക് പോയിട്ട് മടുത്തൊന്നും ഇരിക്കില്ലെന്ന് ഓർത്തിട്ട് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ആ പുറത്ത് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ റൂമിൽ പോയിട്ട് കിടക്കാനായിട്ട് പോയിട്ടും. അപ്പോൾ രാത്രി ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ടായിരിക്കും മിക്കവാറും ദിവസം കിടക്കുന്നത്. ഞങ്ങളുടെ കൂടുതൽ ഈ ഒരു കുഞ്ഞു സാധനം ഉണ്ട് കേട്ടോ. കിടക്കാൻ വരാതെ അടുക്കളയിൽ പണി എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും അവിടെ വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. റൂമിൽ വന്നപ്പോൾ കാലിൻ ചോട്ടി കിടന്ന് കരച്ചിലായിരുന്നു. ഞാൻ കിടക്കാൻ വന്നാലേ ആശാത്തിക്ക് ഉറക്കം നടക്കുകയുള്ളൂ. എൻ്റെ കൈയുടെ ഇടയ്ക്ക് കയറി കിടന്നാലേ ഉറങ്ങുകയുള്ളൂ. അങ്ങനെ ആദ്യം താഴെ കിടന്നു, പിന്നെ പതുക്കെ കയറി എൻ്റെ കൈയുടെ ചോട്ടി വന്ന് കിടക്കുന്നുണ്ട്. അതിന് ഇവിടെ കിടന്നാലേ ഉറക്കം വരുള്ളൂ. എൻ്റെ പുതപ്പിനകത്ത് എവിടെയെങ്കിലും കിടക്കണം. ഇവളിപ്പോൾ വന്ന് രാത്രി ഫുള്ള് ഞങ്ങളുടെ കൂടെയാണ് ഉറക്കം. ആദ്യം റൂമിൽ ഏതെങ്കിലും മൂലയ്ക്ക് ഉറങ്ങുമായിരുന്നു. ഇപ്പം എൻ്റെ അടുത്ത് കിടന്നാലേ ഉറക്കം വരുള്ളൂ.
അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.